ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം സെർവിക്സ് പരിശോധിച്ചിട്ട് ഓവുലേഷൻ കണ്ടുപിടിക്കുന്നതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരുപാട് പേര് കണ്ടൊരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ അതിൽ ആ ഒരു കമൻറ്റ് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് ആയിരുന്നു, ഒരു മെയിലായിട്ട് വന്നൊരു ഡൗട്ടായിരുന്നു. ചേച്ചി സെർവിക്സ് പരിശോധിച്ചിട്ട് ഓവുലേഷൻ കണ്ടുപിടിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ സെർവിക്സ് പരിശോധിച്ചിട്ട് പ്രഗ്നൻസി ഏർലി സ്റ്റേജിൽ ഇംപ്ലാന്റേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നൻസി ആകുന്ന സമയത്ത് ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവും ആദ്യത്തിൽ തന്നെ മാറ്റങ്ങൾ വിസിബിൾ ആകുന്ന 3 ശരീര അവയവമാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ യൂട്രസ്, അതിലുണ്ടാകുന്ന ചെറുതായിട്ടുള്ള വേദനകൾ, ഇംപ്ലാന്റേഷൻ, ബ്ലീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കുണ്ടാകാം. രണ്ടാമതായിട്ട് ചേഞ്ചസ് ഉണ്ടാകുന്നത് ബ്രസ്റ്റിലാണ്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടാകുന്നതാണ് കേട്ടോ. ബ്രസ്റ്റിൽ ചിലപ്പോൾ സൈസ് എൻലാർജ്മെന്റ് തോന്നാം, അല്ലെങ്കിൽ നമുക്ക് ഹെവിനെസ് അനുഭവപ്പെടാം, അങ്ങനെ ഉണ്ടാകാം. ചിലപ്പോൾ ബ്രസ്റ്റിലായിരിക്കണമെന്നില്ല, അതായത് താഴോട്ട് വന്നതിന് നമ്മുടെ നടുവിൻ്റെ ഭാഗത്തായിട്ട് ഡിസ്കംഫർട്ട് ഉണ്ടാകാം. അതുപോലെ മൂന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു ശരീര അവയവമാണ് നമ്മുടെ സെർവിക്സ് എന്ന് പറയുന്നത്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽ ഗർഭസ്ഥ ശിശുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെർവിക്സും അതുപോലെ വജൈനയും പ്രിപ്പയർ ആകുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് നമ്മുടെ വജൈനയിലോട്ട് പ്രവേശിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് ഹാംഫുൾ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ് പ്രവേശിക്കുന്നതെങ്കിൽ അത് കുഞ്ഞിലോട്ട് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്താണ് ഈ സെർവിക്സിന്റെ എന്ന് പറയുന്നത്. ഗർഭപാത്രത്തിന്റെ ഒരു വായു ഭാഗമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഉള്ളതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് സെർവിക്സിൽ നിന്ന് യൂട്രസിലോട്ട് ഇൻഫെക്ഷൻസ് എത്തുന്നതിനും പ്രഗ്നൻസി നഷ്ടമായി പോകുന്നതിനുമുള്ള സിറ്റുവേഷൻസ് ഉള്ളതുകൊണ്ട് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി അലേർട്ട് ആവുന്നു. സെർവിക്സ് ക്ലോസ്ഡ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു. കുറച്ച് അങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് മ്യൂക്കസ് പ്ലഗ്, അതായത് തിക്കായിട്ടുള്ള ഒരു ഡിസ്ചാർജ്, അവിടെ തിക്കായിട്ടുള്ള ഒരു കാര്യം അവിടെ ഫോം ആവുകയും ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതാണ് ഇൻഫെക്ഷൻസ് വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നത്. പ്രഗ്നന്റ് ആകാനായിട്ട് സെർവിക്സിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രഗ്നൻസി നമുക്ക് സെർവിക്സ് വെച്ചിട്ട് കൺഫേം ചെയ്യാനായിട്ടും സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെർവിക്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഓൾമോസ്റ്റ് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലെ തന്നെയാണ്. പീരിയഡ്സിന്റെ ഫസ്റ്റ് ടൈം മുതൽ നമ്മുടെ സെർവിക്സ് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് നിൽക്കുന്ന ദിവസം മുതൽ സെർവിക്സിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ നോസ് ടിപ്പ് ഉണ്ടാവുമല്ലോ, മൂക്കിൻ്റെ അറ്റഭാഗത്തുണ്ടാകുന്ന ഒരു ഹെവിനെസ് അല്ലെങ്കിൽ തൊടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാർഡായിട്ടുള്ള ഒരു ഫീലാണ് സെർവിക്സിൽ ഉണ്ടാകുന്നത്. അതുപോലെ സെർവിക്സ് ഡ്രൈ ആയിരിക്കും. പിന്നീട് അങ്ങോട്ടേക്ക് നമുക്ക് സെർവിക്സ് കുറച്ച് ലോ ആയിട്ടും ഫീൽ ചെയ്യാറുണ്ട്. താഴേക്ക് ഇറങ്ങിയത് പോലുള്ള രീതിക്കാണ് സെർവിക്സ് അനുഭവപ്പെടുന്നത്. വജൈനയായിട്ട് ക്ലോസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്കുണ്ടാകാം. ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് നോക്കുന്നവർക്ക്, ഇപ്പോൾ കപ്പിനെയൊക്കെ മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് നോക്കുന്നവർക്ക് അവരുടെ ആ ഒരു ഇൻഡെക്സ് റിംഗ് ഫിംഗറിന്റെ, അതായത് അവരുടെ മിഡിൽ ഫിംഗറിന്റെ ഫസ്റ്റത്തെ ആ ഒരു വരയില്ലേ, ആ വരയുടെ അവിടം വരെയായിരിക്കും നമുക്ക് ആദ്യത്തെ പൊസിഷനിൽ പീരിയഡ്സിന്റെ സമയത്ത് സെർവിക്സ് എത്തുന്നത് കേട്ടോ. അപ്പോൾ ഇനി അതിന് ശേഷമുള്ള സമയത്ത് ഓവുലേഷൻ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ രണ്ടാമത്തെ വരയുടെയോ അല്ലെങ്കിൽ ആ ഫിംഗർ മുഴുവനായിട്ട് കയറുന്ന രീതിക്കോ ഉള്ള രീതിക്കായിരിക്കും നിങ്ങൾക്ക് സെർവിക്സിന്റെ പൊസിഷൻ വരുന്നത്. സെർവിക്സ് ഹൈ ആയിരിക്കും, അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിരിക്കും. നമ്മുടെ ലിപ്പ്, ഒരു ചുണ്ടിൽ നല്ല വേറെ ഒരു പാളികളൊന്നും വരാത്ത രീതിക്ക് ചുണ്ടൊന്ന് നനച്ച് കൊടുത്തു കഴിയുമ്പോൾ അതിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവില്ലേ, ഇതേ ഒരു രീതിക്കായിരിക്കും നമ്മുടെ സെർവിക്സ് ഓവുലേഷൻ നടക്കുന്ന സമയം മുതൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിലോട്ട് കൂടുതലായിട്ട് രക്തയോട്ടം ഉണ്ടാകുന്നത്, അതുപോലെ ഹോർമോൺസിന്റെ ഷിഫ്റ്റും കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതേ രീതിക്ക് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാലും സെർവിക്സ് കാണപ്പെടുന്നത്. അതായത് നല്ല സോഫ്റ്റ് ആയിരിക്കും സെർവിക്സ്, അതുപോലെ തന്നെ അത് ഹൈയും ആയിരിക്കും, മുകളിലോട്ട് കയറിയ രീതിക്കായിരിക്കും സെർവിക്സ് ഉണ്ടാകുന്നത് കേട്ടോ. അതാണ് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള നിങ്ങൾ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന സെർവിക്സിന്റെ പൊസിഷൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രഗ്നൻസി സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ പീരിയഡ്സ് എടുക്കുന്നതിന് മുൻപായിട്ട് ഇതുപോലെ തന്നെ സെർവിക്സിൽ വ്യത്യാസം ഉണ്ടാകാം, ഹാർഡ് ആകുന്നത് പോലെയൊക്കെ അനുഭവപ്പെടാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെർവിക്സിന്റെ ആ ഒരു ഘടന അല്ലെങ്കിൽ ഒരു വ്യത്യാസം ആ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. ഇനി ഈ ചോദ്യത്തിലോട്ടുള്ള ഉത്തരം, സെർവിക്സ് പരിശോധിക്കുന്നതിനെ പറ്റിയിട്ട്, പരിശോധിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ആഫ്റ്റർ ഓവുലേഷൻ സെർവിക്സ് പരിശോധിക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാര്യം ആഫ്റ്റർ ഓവുലേഷൻ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡി നല്ല ഒരു രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സെർവിക്സിലോട്ട് ഫിംഗർ ഇൻസേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള രീതികളൊക്കെ ചെയ്തിട്ട് അത് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഒരു മെഷർമെന്റിൽ ഇതെങ്ങനെ തന്നെയാണോ,
ചേച്ചി പറഞ്ഞതുപോലെ തന്നെയല്ലേ, സോഫ്റ്റ് അല്ലേ എന്നൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കും. പിന്നെ നമ്മൾ ഇത് റിമൂവ് ചെയ്യും. പിന്നെ നമ്മൾ ഇത് അങ്ങനെ തന്നെയാണോ, രണ്ടാമത്തെ ദിവസം വ്യത്യാസം ഉണ്ടോ, ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് 6th ഡേ മുതൽ ചിലപ്പോൾ പലരും ഇൻസേർട്ട് ചെയ്ത് ഇങ്ങനെ നോക്കുക. 6th ഡേ നമ്മൾ രാവിലെ നോക്കുന്നു, പിന്നെ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ പിന്നെ നോക്കുന്നു. അങ്ങനെ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും അല്ല, കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ ഒരു സംശയം വരുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക. ആഫ്റ്റർ ഓവുലേഷൻ ഇങ്ങനെ നോക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. അതുകൊണ്ടാണ് ഫിസിക്കൽ കോണ്ടാക്ട് വരെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും, ഇപ്പോൾ ഡസ്റ്റ് ആയിക്കോട്ടെ, നമ്മൾ എത്രയൊക്കെ റിമൂവ് ചെയ്താലും എന്തെങ്കിലുമൊക്കെ അഴുക്ക്, നഖത്തിൻ്റെ ഇടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും അഴുക്കോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറുന്നത് ആ ഒരു സമയത്ത് ഒട്ടും തന്നെ നല്ലതല്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇഞ്ചുറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതകളോ നമുക്ക് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതും ഇംപ്ലാന്റേഷൻ്റെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ബോഡിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ശരീരം, നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ഇഞ്ചുറീസിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ വേദന ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശരീരം ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന പ്രോസസ്സ് ഒരു സെക്കൻഡറി ആയി പോകും. പ്രൈമറി ഇമ്പോർട്ടൻസ് അതിന് കിട്ടാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് ആഫ്റ്റർ ഓവുലേഷൻ പ്രഗ്നൻസി പോസിറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്ന രീതി ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. സെർവിക്സിൽ ഉണ്ടാകുന്ന മാറ്റം അതിതാണ്, നമുക്ക് സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഈ ഒരു രീതിയിൽ കൂടി അല്ലാതെ മറ്റു പല രീതിക്കും നമുക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. സെർവിക്സ് ഇൻസേർട്ട് ചെയ്യാതെ തന്നെ ഓവുലേഷൻ കഴിയുന്ന സമയം മുതൽക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രഗ്നൻസിയുടേതായിട്ടുള്ള സിംറ്റംസ്, അതായത് പ്രഗ്നൻസിയുടെ തന്നെയാണെന്ന് 100% ഉറപ്പിക്കാൻ പറ്റുന്ന കുറച്ച് സിംറ്റംസ് ഉണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് യെല്ലോ കളറിൽ വെള്ളം വോമിറ്റ് ചെയ്യുന്നത് പോലെ തോന്നുന്നു, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ നടന്നു എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ രാവിലെ മുതൽ തന്നെ വോമിറ്റിംഗ് ടെൻഡൻസി വരിക, ബ്രഷ് വായിലേക്ക് വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് വോമിറ്റ് ചെയ്യാനായിട്ട് സെൻസേഷൻ വന്നുകൊണ്ടിരിക്കുക, ഇതൊക്കെ കൂടുതലായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്നവർക്ക് മാത്രം ഉണ്ടാവുന്ന ലക്ഷണങ്ങളാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം മോർണിംഗ് സമയത്ത് ശരീരത്തിൽ HCGയുടെ അളവ് വളരെയധികം കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സെൻസേഷൻ കൂടുതലായിട്ടും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തും അടിവയറിൻ്റെ ഭാഗത്തുമായിട്ടൊക്കെ ചെറുതായിട്ടുള്ള ഒരു വേദന, അതായത് ഒരു കുത്തുന്നത് പോലുള്ള വേദന വരിക, പിന്നെ അത് പോവുക, അങ്ങനെയുള്ള സെൻസേഷൻ ഉണ്ടാവുക, ഇംപ്ലാന്റേഷൻ്റെ പോലുള്ള ചെറുതായിട്ട് സ്പോട്ടിങ് മാത്രം ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ബോഡിയിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ആണെന്ന് ഉറപ്പിക്കാനായിട്ട് തന്നെ സാധിക്കും കേട്ടോ. ചില സമയങ്ങളിൽ നമുക്ക് വജൈനൽ ഡ്രൈനസ് വെച്ചിട്ടും കൺഫേം ചെയ്യാം. അതായത് നല്ല രീതിക്ക് ഡ്രൈനസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണെങ്കിൽ, വ്യത്യാസം, അതായത് ലിക്വിഡ് ഫോമിൽ ഇങ്ങനെ ഡിസ്ചാർജ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ സംഭവിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ചില സിറ്റുവേഷനിൽ വജൈനയിൽ നിന്ന് കൂടുതൽ ലിക്വിഡ്സ് നമുക്ക് പുറത്തേക്ക് വരാം. ചില സിറ്റുവേഷനിൽ വജൈന ഡ്രൈ ആവുന്ന സിറ്റുവേഷൻസും ഉണ്ട് കേട്ടോ. ഡ്രൈ ആവുന്നതിനർത്ഥം പ്രഗ്നൻസി ഹെൽത്തി അല്ല എന്നല്ല, പക്ഷേ പല സിറ്റുവേഷനിൽ പല ടൈപ്പിൽ നമുക്ക് ഡിസ്ചാർജ് ഒക്കെ പുറത്തോട്ട് ഫീൽ ചെയ്യാം. ചില സിറ്റുവേഷനിൽ ഡിസ്ചാർജ് ഒട്ടും തന്നെ ഉണ്ടാകാത്ത സിറ്റുവേഷൻസും ഉണ്ടാകാം കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. യാതൊരു കാരണവശാലും ഇപ്പോൾ ഞങ്ങൾ നോക്കില്ല ചേച്ചി, ഒരുപാട് തവണ നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത് നോക്കില്ല, 1 ടൈമേ നോക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ദിവസം കൃത്യം ദിവസം മാത്രമേ ചെയ്ത് നോക്കുകയുള്ളൂ, അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. സെർവിക്സിനെ നിങ്ങൾ സ്മൂത്ത് ആയിട്ട് മാത്രം വിടുക. സെർവിക്സിൽ നിങ്ങൾ പരിശോധിക്കാതിരിക്കുക. കൂടുതലായിട്ട് ഇൻസേർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ കോൺട്രാക്ഷൻസ് ഉണ്ടാകാനായിട്ട് കാരണമാകാം. സെർവിക്സിൽ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ, അതായത് ഇപ്പം നമ്മൾ മുട്ടിച്ചിങ്ങനെ നോക്കുമ്പോഴേക്കും അവിടെ ഉണ്ടോ എന്നിങ്ങനെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ്, അങ്ങനെ ഇഞ്ചുറീസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഒക്കെ കൂടും. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓവുലേഷൻ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം 1 ടൈം മാത്രം നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതല്ലാതെ ആഫ്റ്റർ ഓവുലേഷൻ ചെയ്യരുത് കേട്ടോ. ഞാൻ പിന്നെയും പറയുന്നത് അങ്ങനെ ചെയ്ത് നോക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഈ ഒരു സംശയം പലർക്കും ഉണ്ടാകാം. നെറ്റിൽ സെർച്ച് ചെയ്തിട്ടോ മറ്റുള്ള ഏതെങ്കിലും രീതിക്കോ നിങ്ങൾ പ്രഗ്നൻസി ആണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സെർവിക്സ് പരിശോധിച്ച് നോക്കാം. അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്.
സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.